ഇപ്പോൾ ഇലക്ഷൻ ടൈം ആയപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം രംഗത്തുണ്ട് വോട്ട് പിടിക്കാൻ. സാധാരണ 10 വർഷം പാർലമെന്റ് അംഗമായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നാട്ടിൽ ജനങ്ങളുടെ ഇടയിൽ ചെല്ലുമ്പോൾ നിരവധി പരിവേദനങ്ങളും പരിഭവങ്ങളും പരാതികളും ഉയർന്നു വരാറുണ്ട്. ചില ഘട്ടങ്ങളിൽ പ്രതിഷേധങ്ങൾ പോലും ഉണ്ടാകാറുണ്ട്. ഗംഭീരമായിട്ട് പോകുന്നു. എന്നെക്കുറിച്ച് മാത്രം ചോദിക്കുക. കാരണം ഞാൻ വോട്ടേഴ്സിനെ മാത്രമേ എൻ്റെ മുന്നിൽ കാണുന്നുള്ളൂ. ആര് വരുന്നു, ആര് പോകുന്നു, ഇതിനൊക്കെ പ്രത്യേകിച്ച് കാരണം ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇല്ലില്ല എൻ്റെ കാര്യം ചോദിക്കുക. പ്രവർത്തനമാണ് വലുത്, അല്ല നമുക്ക് ഗംഭീരം അതൊക്കെ പണ്ടായിപ്പോയി. അദ്ദേഹം ഭയങ്കര പ്രാസംഗികനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലിസ്റ്റ് എടുക്കുമ്പോൾ ഒന്നും നടന്നിട്ടില്ല. ആർക്ക് വേണം? ഒരാൾ എല്ലാം ചെയ്തു, ഇതാ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമസ്കാരം പറഞ്ഞു പോകുന്നവർക്ക് തന്നെയാണ് ഭാവിയിൽ വില. രാഹുൽ ഗാന്ധി കഴിഞ്ഞ 1.5 വർഷമായി വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ MP ആയതിനു ശേഷം ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്നുള്ള പ്രതിഷേധം വളരെ ശക്തമാണ് വോട്ടർമാർക്കിടയിൽ. പ്രചരണങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നു, ഇപ്പുറത്ത് ഓൺലൈൻ പ്രചരണങ്ങളും. അതിൽ തന്നെ കൂടുതലും ട്രോളുകൾ തന്നെയാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. കേറി വാ മക്കളെ. ട്രോളുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതും അഥവാ സംഘീബലിതങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങായി നിൽക്കുന്നതും. തൃശൂർ ലോക്സഭാ മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടിയെ നിങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ നീ അങ്ങനെ പറയൂ, നീ നുണയനും നുണയന്റെ പിതാവുമാണ്. എടുത്തിരിക്കും, എടുക്കാൻ തന്നെയാണ് ഇത്തവണ വന്നിട്ടുള്ളത്. ബാക്കി എന്തെങ്കിലും ഉണ്ടാവോ നോക്കട്ടെ. പ്രാർത്ഥനയോടെ പറയുന്നു, എടുത്തിരിക്കും. നിങ്ങളെ മോനെ ഒരു സ്ഥലത്തും ഒരു കാലത്തും ഞാൻ ജയിക്കാൻ വിടില്ല. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചീഫ് ഗസ്റ്റായ ശ്രീ പ്രകാശൻ ചവറകളെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 35 സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ കേരളം ഭരിക്കുമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. അല്ലാതെ ഞങ്ങൾക്ക് 35 സീറ്റ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് 35 സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ കേരളം ഭരിക്കുമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. 35 സീറ്റ് NDAക്ക് കേരളത്തിൽ കിട്ടിയാൽ ഈ നിമിഷവും ഞാൻ പറയുന്നു. കേട്ട് ഞാൻ മടുത്തു. ഇനി നിന്നെ എങ്ങനെ എന്റെ വീടിന്റെ ഏരിയ കണ്ട. തൊട്ടുപുറകിൽ തന്നെ കോൺഗ്രസും CPM ഉണ്ട്. അല്ലാതെ വളരെ രഹസ്യമായിട്ട് EP ജയരാജൻ പോയിട്ട് 2 കോടി ഇങ്ങ് തന്നേരെ എന്ന് പറയുമ്പം ഷെൽഫിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന അഴിമതി പണത്തിന്റെ ബന്ധം സാന്റിയാഗോ മാർട്ടിനും CPM തമ്മിലുണ്ട്. ചർച്ചക്കിടയിൽ ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഈ CPM-കാരും BJP-കാരും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കള്ളം മാത്രമേ പറയൂ, അല്ലാത്തപ്പോഴും തന്നെ ഉള്ളൂ. അത് വിട്ടേരെ. ഈ BML വിൽക്കാൻ തത്വത്തിൽ തീരുമാനമെടുക്കുമ്പോ അവിടുത്തെ MP-യുടെ പേര് MP രാജേഷ് എന്നാ. പിന്നെ 2ാം തവണ അദ്ദേഹം ജയിക്കാത്ത ഉത്തരവാദിയല്ല. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ജയിപ്പിച്ചിരിക്കും. പക്ഷേ ഒരു കാര്യം, വണ്ടിക്കകത്തൊക്കെ പിന്നെ ബസ്സെടുത്ത് കറങ്ങിയൊന്നും ചെയ്യാലും ഞങ്ങളെ നാണം കെടുത്തല്ലോ. ജയിക്കും, സാറ് തന്നെ ജയിക്കും, മറ്റാരും ജയിക്കത്തില്ല. സാറേ ജയിക്കൂ. വോട്ട് ചോദിക്കേണ്ട കാര്യമില്ല ഞങ്ങളെടുത്ത്. സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം. അത് ശരിയാ, ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്. എഴുന്നേറ്റോ. ജനഗണമംഗളദായ. അയ്യോ കുഴപ്പമായി. ഓടിയാലോ? വേണ്ട, വരട്ടെ. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. എന്താ ഈ കാണിക്കുന്നത്? ജനഗണമംഗളദായ ജയ ഹേ. നശിപ്പിച്ച് കുഴപ്പമായ ഇതൊന്നും അറിയാതെയാണോ ചെറിയ ഷർട്ടും വലിയ കട്ട പാന്റൊക്കെ ഇട്ട് ബാംഗ്ലൂരിൽ ജീവിക്കണത്? ഇറ്റ്സ് ടു മച്ച്. സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? പറയാൻ
അതൊക്കെ എന്തിനാ നമ്മൾ അറിയുന്നേ? പുതിയ ലിബിയാന്റെ പേരില്ല, പഴയ ലിബിയാന് താർത്തേനെ. ഇപ്പൊ ശരിയായില്ലേ? പിന്നെയും വന്നു. ബിജെപി സീറ്റ് തരുമോ? ബിജെപി സീറ്റ് തരുമോ? സീറ്റ് വന്നാൽ ജയിക്കോ? ഞാൻ നിന്നാ ജയിക്കും, ധൈര്യമായിട്ട് വന്നു. ഒരു കാര്യം ചെയ്തത് തയ്യാറായിട്ട് വന്നു. ഞാൻ പാർലമെന്റിൽ ചെല്ലുമ്പം വന്നാ മതി, പാസ് തരാം. നടന്നത് തന്നെ. അപ്പൊ ജയിക്കും? പാസ് തരാന്നേ. അപ്പൊ സ്ഥാനാർത്ഥിയാണ്. ആ തീരുമാനം മാറ്റേണ്ടി വരുമെന്ന് ഞാൻ ഖേദത്തോടെ അറിയിക്കട്ടെ. പത്തൻമത്തിട്ട ശ്രീ അനിൽ ആന്റണി. ഉണ്ണി ചതി. ചതി അല്ല ജയ, വിധിയാ. നന്ദി കേട്ടവനെ. ബ്രിഡ്ജ് കടക്കുവോളം നാരായണ, ബ്രിഡ്ജ് കടന്നു കഴിഞ്ഞാൽ കൂരായണ അല്ലടാ. വണ്ടിക്കൂലി കഴിച്ച് ബാക്കിയുള്ള കാശെടുത്തോ, നാട്ടിലേക്ക് ഒന്ന് കറങ്ങിട്ട് വാ. പോ. കള്ളപ്പന്നി. ഞാനും ചാണകം, നിങ്ങളും ചാണകം, നമ്മളെല്ലാരും ചാണകമാണ്. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? പാർട്ടിയുടെ വേണ്ട രീതിയിലുള്ള പിന്തുണ താങ്കൾക്ക് കിട്ടിയായിരുന്നോ ഈ പ്രചരണ കാലത്ത്? ഇവിടെ ഒന്നും കിട്ടിയില്ല, ഇവിടെ ആരും ഒന്നും തന്നില്ല. എനിക്ക് സംശയമുണ്ട് സത്യം പറഞ്ഞു ഇവനെ. അതെ, രാഷ്ട്രീയത്തിൽ ആദ്യം വേണ്ടത് വിശ്വാസമാണ് കേട്ടാ. ജയിക്കും എന്നുള്ളൊരു സർവേ ഫലങ്ങൾ പോലും ചാനലിൽ വരുമ്പോഴത്തേക്ക്, അതും പ്രധാന ചാനലിൽ വരുമ്പോ എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. ഏത് തന്ത്രയില്ലാത്തവനാണ് പറഞ്ഞത്? ദോ അവൻ. എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇവിടെ 500 ഉറുപ്പിയുടെ സാധനത്തിന് കേരളത്തിൽ 500 ഉറുപ്പിയുടെ സാധനത്തിന് 1800 ഉറുപ്പിയാണ് അവൻ വാങ്ങണത്. ആര്? നമ്മളുടെ പിണറായി. നീ ആരോടാ കളിക്കുന്നറിയാവോ? മന്ത്രിയോടാ. ആണോ? കേരളത്തിൽ 500 ഉറുപ്പിയുടെ സാധനത്തിന് 1800 ഉറുപ്പിയാണ് അവൻ വാങ്ങണത്. ആര്? നമ്മളുടെ പിണറായി. മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? നോ റീസൺ. ഏത്? എന്നിട്ട് ഇവിടെ നക്കി തിരിയാണ് കേരളം. സത്യം പറയണത് ഒരു ഗുണമില്ലാത്ത പൊന്നി പിണറായി. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. കേരളത്തിലെ ഇലക്ട്രിസിറ്റി എന്താ ചെയ്യണത്? ഇലക്ട്രിസിറ്റി എന്താ വാങ്ങണത്? അതൊന്നും എനിക്കറിയാൻ മേല. എന്നാ അറിയണം. ഞാൻ BJP ചേർന്നത് പത്തനംതിട്ട പാർലമെന്റ് MP ആയിക്കോളാം എന്ന ആഗ്രഹത്തോടുകൂടി, എന്ന ആവശ്യത്തോടുകൂടിയല്ല. ഇപ്പൊ ഞാൻ എന്തും ചെയ്യും എന്നുള്ളൊരവസ്ഥ. ഒരു കാര്യം ചെയ്തത് തയ്യാറായിട്ട് വന്നു. ഞാൻ പാർലമെന്റിൽ ചെല്ലുമ്പം വന്നാ മതി, പാസ് തരാം. അപ്പൊ ജയിക്കും? പാസ് തരാന്നേ. അപ്പൊ സ്ഥാനാർത്ഥിയാണ്. എന്റെ മുടിപ്പര അമ്മജി എന്തൊരു ജമ്മം. ഇത് സത്യത്തിൽ എന്താ വെച്ചാൽ ഞാൻ സ്ഥാനാർത്ഥിയാന്ന് ചിന്തിച്ചു പോലുമില്ല. ദൈവം സാക്ഷിയാണ് പറയുന്നത്. എനിക്ക് കള്ളം പറ്റുന്ന കാര്യം. എന്നാലും ഞാനും മനുഷ്യനല്ല, എനിക്ക് വലിയ മോഹങ്ങൾ. ഖത്തം. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ.